നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ പാനൂർ നഗരസഭാ കാര്യാലയം. നഗരസഭ രൂപീകരിച്ച് 11 വർഷമായിട്ടും സ്വന്തമായി ഒരു കെട്ടിടമില്ല. ഉള്ളതാണെങ്കിൽ പരിമിത സൗകര്യത്തിലും. ജീവനക്കാരുടെ അപര്യാപ്തതയും ഏറെ. പാനൂർ നഗരസഭയുടെ ഓഫീസിലേക്ക് കയറാൻ തന്നെ കുറച്ച് തിങ്ങിഞ്ഞിരിയണം. ഒരാൾ കയറിയാൽ മാത്രമേ മറ്റൊരാൾക്ക് തിരിച്ചിറങ്ങാൻ കഴിയൂ. 2015 നഗരസഭ രൂപീകരിച്ചത്. ആദ്യം പഞ്ചായത്ത് ഓഫീസ് തന്നെയായിരുന്നു നഗരസഭ കെട്ടിടം. അവിടെ സ്ഥലപരിമിതി പ്രശ്നം കൂടിയതിനാൽ അവിടെ നിന്നും മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറി. ഇപ്പോൾ 11 വർഷം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെയാണ് നഗരസഭ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ജീവനക്കാരുടെ അപര്യാപ്തത ഇവിടെ വളരെ കൂടുതലാണ്. 36 ജീവനക്കാർ വേണ്ട സ്ഥലത്ത് ഇപ്പോൾ 16 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. റോഡ്സ്, ബിൽഡിംഗ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഒരു ഓഫീസർ പോലുമില്ല. ഇവിടെ എത്തുന്ന ജനങ്ങളെയാണ് ഇതേറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും അധീനതയിലാണ് മുനിസിപ്പാലിറ്റി ഭരണം. നഗരസഭ അധികൃതരോട് നിരവധി തവണ സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിലേക്ക് മാറാൻ പറഞ്ഞെങ്കിലും ഇത് പ്രാവർത്തികമായില്ലെന്നും ഇപ്പോൾ പഞ്ചായത്തിന്റെ സ്ഥലത്ത് ടൗണിനോട് ചേർന്ന് 18 സെന്റ് സ്ഥലം വാങ്ങി പുതിയ ആസ്ഥാനത്തിനായി ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട്. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെന്നും വാർഡ് മെമ്പർ കെ വിജയൻ പറയുന്നു. പാനൂർ നഗരസഭയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഭരണസമിതി നാളെ ഇതുവരെ വേണ്ടത്ര ഒരു ശ്രദ്ധ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതിലും ഏറെ സൗകര്യപ്രദമായ കെട്ടിടങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയൊന്നും ഭരണസമിതിക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ തറക്കല്ലിട്ടിട്ടുണ്ട്. ഇലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് നേരത്തെ പഞ്ചായത്ത് ആയിരുന്നപ്പം പാനൂർ പഞ്ചായത്ത് വാങ്ങിച്ച 19 സെന്റ് സ്ഥലത്ത്. അപ്പോൾ അത് അതിവേഗം കെട്ടിടം ഉയരട്ടെ എന്ന് നമുക്ക് ആശിക്കാവുന്നതാണ്. കേരള അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും 5 കോടി രൂപ ലോൺ എടുത്തും 2 കോടി രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുമാണ് തുക വകയിരുത്തുന്നത്. 3 മാസം മുമ്പ് ഷാഫി പറമ്പിൽ MP ശിലാസ്ഥാപനം നടത്തിയത്. തുടർ നടപടിയൊന്നും തന്നെ ആയില്ലെന്നും നിയമത്തിന്റെ നൂലാമാലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുമാണ് അധികൃതരുടെ അഭിപ്രായം. ഒരു വര വരച്ച പോലെയാണ് നഗരസഭയുടെ കിടപ്പ്. പാനൂർ, പെരിങ്ങളം, കരിയാട് എന്നീ പഞ്ചായത്തുകളിലെ 41 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് പാനൂർ നഗരസഭ. എന്നാൽ പാനൂരിനടുത്ത് കിടക്കുന്ന പന്ന്യന്നൂർ, മൊകേരി പഞ്ചായത്തുകൾ നഗരസഭയിൽ ഉൾപ്പെടുന്നില്ല. പെരിങ്ങത്തൂരിൽ നിന്നും കരിയാട് നിന്നും നഗരസഭയിലെത്താൻ പൊതുജനങ്ങൾക്ക് ഏറെ പ്രയാസമാണ്. ഒരു പെട്രോൾ പമ്പ് പോലുമില്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് പാനൂരിലേത്. ന്യൂസ് സൈറ്റ്, പാനൂർ. ദേഷ്യം പിടിക്കലപ്പാ. നിങ്ങളധികം വർത്താൻ പറയണ്ടേ, ഇനി എന്നോട് മിണ്ടാനും വരണ്ട. കേട്ടാ 2 ചായ എടുത്തു. നമുക്ക് ചായ വേണ്ട. കാര്യമാക്കണ്ട, 2 എടുത്തു. വേണ്ട പിന്നെ എന്തിനെടുക്കുന്നു? വേറെ പണിയൊന്നുമില്ലോ. അല്ല പൊന്നു കേട്ടെ, നീ എന്നിങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അതെ, നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും ടൂർ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്ക്, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അല്ല പൊന്നും കേട്ടെ, ഒന്നാമത് കല്ല് കിട്ടാനില്ല. നാളെ എങ്ങനെയല്ലോ കൊണ്ട് ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറക്കുമ്പോൾ നമ്മളവിടെ വേണ്ടേ കല്ല് പൊട്ടുണ്ടോ എന്നെല്ലാം നോക്കണ്ടേ. ഇനി മറ്റന്നാൾ മേസ്ത്രി വന്നാൽ കല്ല് വെക്കുമ്പോൾ നല്ല ലെവലിലോ വെക്കുന്നില്ലോ നോക്കണ്ടേ. ഇനി പണി തുടങ്ങിയാൽ ഒരാഴ്ച ഏട്ടനവിടെ നിന്ന് ഇറങ്ങാനാവുക? നീ പറ. ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് വീട് പണി തിരക്ക്. ഇതിപ്പോൾ നിങ്ങൾ ചെങ്ങായിമാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ മാസമോ ഒറ്റ രാത്രി കൊണ്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഊട്ടിക്ക് ട്രിപ്പ് പോയ ഓർമ്മയുണ്ടാ? അല്ല പൊന്നും കേട്ടെ, എന്നേരം നമ്മളെ വീടിൻ്റെ പണി നടക്കുന്നില്ലല്ലോ, എന്നേരം ഒരു തിരക്കും ഇല്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് 2 വേണ്ടി എടുക്കുന്ന വീടല്ലേ, നമ്മൾ കൊട്ടാരല്ലേ, എന്നേരം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ തന്നെ നോക്കണ്ടേ അല്ലേ? നോക്കണ്ടേ? നീ ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവുക. എന്നാലും ചുമര് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ടൂർ പോകണം. അത് പിന്നെ പറയാനുണ്ടാ, അപ്പോഴും നമ്മൾ പോലെ. ചായ ഇതേ അല്ലേട്ടാ, നിങ്ങളോട് 2 എടുക്കാനല്ലേ പറഞ്ഞേ? എന്തിന് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ എടുത്തിട്ട് കൊണ്ടേ മറിക്കാനാ? പാല് വെറുതെ കിട്ടുന്നില്ല. ചായ വേണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാ? ഏട്ടൻ ചായക്ക് പറഞ്ഞ നിങ്ങൾക്ക് ചായ എടുത്താ പോരെ? അതന്നെ. അല്ല പൊന്നും കേട്ടെ, നീയല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ? പൊന്നും കെട്ടി ആരെങ്കിലും പൊന്നും കേട്ടാ? എന്റെ പേര് പൊന്നും കെട്ടിയാ നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞ എടുത്താ പോരെ? നിങ്ങൾക്ക് പൈസ കിട്ടിയാ പോരെ? അല്ല നിങ്ങളിൽ പ്രശ്നം എന്താ? ശരിക്ക് പൊന്നും കേട്ട അല്ല, പെങ്ങൾക്ക് ടൂർ പോകണോ? നിങ്ങൾക്ക് വീട്ടിൽ കല്ലിറക്കുന്നോണ്ട് വീട്ടിലിരിക്കണോ? കല്ലിറക്കുന്നതിന് പണിയെടുക്കുന്നത് നിങ്ങൾ എന്തിനാണോ വീട്ടിലിരിക്കുന്നത്? നീ ജിയോ സ്റ്റോൺ ഇറക്ക്. അതാകുമ്പോൾ ഇറക്കാനുള്ള മെഷീൻ അടക്കം വീട്ടിൽ വേണ്ടി അവർ സേഫായിട്ട് സ്ഥലത്ത് ഇറക്കി തരുമോ? പിന്നെ ചെങ്കലിനൊക്കെ സ്ട്രെങ്തും ഉണ്ട്, വേഗം പണി ഒരു ഇഷ്ടം പോലെ സാധനം കിട്ടാനും ഉണ്ട്. ഇവിടെ എൻ്റെ വീടിൻ്റെ പണിക്കോ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം ഞാൻ ജിയോ സ്റ്റോൺ തന്നെ ഇറക്കിന് കേട്ടാ. വന്നിട്ട് ആ വണ്ടി അവരെ ഇറക്കിയിട്ട് പോകുന്നത് നോക്ക്. വെറുതെങ്കിലും നീ ജിയോ സ്റ്റോൺ ഇറക്കിയിട്ട് ഓളം കൂടി ടൂർ പോടാ. വെറുതെ പീടിയിൽ വേണ്ടി കച്ചറാക്കാൻ നിൽക്കുന്നത്. ഏട്ടൻ പറഞ്ഞ കറക്റ്റാണല്ലോ. അങ്ങനെയുണ്ടല്ലേ? പിന്നെ അല്ലാണ്ട്. എന്നാ പൊന്നിങ്ങോട്ടൊക്കെ ഒരു ചായ എടുക്കട്ടെ. മധുരം കൂട്ടി എടുത്തോട്ടാ. ഓ